എൻ്റെ പംകിൻ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അതിൻ്റെ ചുവടുവാട്ടോ അങ്ങനെ എന്തോ ഒരു രോഗമുണ്ട്, അതുപോലെ തോന്നി. അപ്പോൾ ഞാൻ അതാണ് പംകിൻ നേരത്തെ ഹാർവെസ്റ്റ് ചെയ്തു. ഒരുമാതിരി വലുതായി, മൂത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മുന്നോട്ട് ഈ ഫ്രൂട്ടിന് ഈ പംകിനയിൽ പിടിക്കുന്നതിന് മുന്നാണ് ഞാനത് ഹാർവെസ്റ്റ് ചെയ്തു. ബീൻസ് കുറച്ചേ കിട്ടിയുള്ളൂ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തത് വീണ്ടും കുറച്ച് പർപ്പിൾ പച്ചമുളക് പറിച്ചെടുക്കാമെന്ന് ഓർത്തു. ഇതൊരെണ്ണം ഞാൻ വിത്തിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെയുണ്ട്. അടുത്ത് എൻ്റെ ബീഫ് ടൊമാറ്റോ അങ്ങനത്തെ ഏകദേശം മൂത്തു. അതെ, പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ പച്ച കളറിലെ ഇതിപ്പോൾ ഏകദേശം ഈ മൂപ്പായി. ഇനി വല്ല കിളിയോ പ്രാവോ ഒക്കെ കൊത്തുന്നതിന് മുന്നേ അകത്ത് വെച്ച് പഴുപ്പിക്കാൻ. ഒരെണ്ണത്തിൻ്റെ വലിപ്പം കണ്ടോ? ഇത് പക്ഷേ ഒത്തിരി ഒരു ചെടിയിൽ കുറച്ചേ കിട്ടത്തുള്ളൂ. കണ്ട ഒരു മത്തങ്ങയുടെ ഷേപ്പ് ഉണ്ടല്ലേ, നല്ല ഫ്ലേവർഫുള്ളാണ്. ഇതിനകത്ത് നിറച്ചും ബീഫ് ടൊമാറ്റോ എന്നുള്ള പേര് തന്നെ. ഇതിൻ്റെ വേറൊരു പേരുണ്ട്, അതിൻ്റെ വെറൈറ്റിയുടെ പേര് ഞാൻ മറന്നുപോയി. പല വെറൈറ്റി ബീഫ് ടൊമാറ്റോസ് ഉണ്ട്. ഇതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ ഇറച്ചി മുറിച്ച പോലെ ഇരിക്കും. നല്ല ഫ്ലഷി ടൊമാറ്റോയാണ് ഇത്, നല്ല ഫ്ലേവറുള്ള ടൊമാറ്റോ. ടൊമാറ്റോ ഒരെണ്ണേ ഉള്ളൂ മൂത്തിട്ടുള്ളൂ. അത് ഓൾറെഡി ഇതിൻ്റെ പേരാണ് റോമ. ഇതും സെയിം ബീഫ് ടൊമാറ്റോ പോലെ തന്നെ, ആകെ നല്ല ഫ്ലഷിയാണ്, പക്ഷേ ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ഷേപ്പും. ഇതെൻ്റെ സ്കോച്ച് ബോണറ്റാണ്. ഇത് ഞാൻ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുക. ഇത് പുറത്തുള്ള സ്കോച്ച് ബോണറ്റ്. ഗ്രീൻ ഹൗസിൽ വേറൊരു സ്കോച്ച് ബോണറ്റ് ഉണ്ട്. ഈ സ്കോച്ച് ബോണറ്റ് അല്ലെങ്കിൽ നാട്ടിലെ പേര് പറയാനാണ് കർണം പൊട്ടി മുളകെന്നോ പിന്നെ തന്നെ ഞാൻ ജിമിക്കിക്കമ്പൽ മുളകോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, അറിയത്തില്ല. ഇവിടെ ഇതിന് പറയുന്നത് സ്കോച്ച് ബോണറ്റ് എന്നാണ്. ഇതൊന്നും മൂപ്പെത്തിയിട്ടില്ല, കുറച്ച് മൂപ്പായിട്ട് പറിക്കാം. ഓർത്ത് വേറെ ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ. എൻ്റെ ഈ തക്കാളി കണ്ടോ, ഇത് തറയിലോട്ട് പടന്ന്, അതായത് ഫ്രൂട്ട്സിൻ്റെ, അതായത് തക്കാളിയുടെ കനം കാരണം അത് തറയിലേക്ക് പടർന്ന, അല്ലെങ്കിൽ ഞാൻ നല്ല സപ്പോർട്ട് കൊടുത്തത് പോരാഞ്ഞിട്ട്. ഇത് കണ്ടേ, ഈ തക്കാളിയുടെ ഷേപ്പ് ഉണ്ടോ? അപ്പോൾ അത് കൊടുത്തത് പോരാത്ത കാരണം എന്നുള്ളൂ അത് തറയിലേക്ക് പടർന്നു വീണു. പക്ഷെ കുഴപ്പമില്ല, ഇത് ഈ റേസ്ഡ് ബെഡിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാരണം കുഴപ്പമില്ല. എൻ്റെ അടുത്ത മത്തങ്ങ ഇതാണ്. ഇത് ഈ ചെടിക്ക് ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് ഈ ചെടിയെ തന്നെ, മത്തങ്ങ. ഇതാണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇതാ ഗ്രീൻ ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. ബ്ലാക്ക് ബ്യൂട്ടി ടൊമാറ്റോ കുറച്ച് ഇത് മൂപ്പായിട്ടുണ്ട്. ഇത് ഞാനങ്ങ് പറിച്ചെടുക്കുകയാണ്. പിന്നെ സ്വീറ്റ് മില്യൺ അല്ലെങ്കിൽ റപ്പൻസിൽ, അങ്ങനെ പല പേരുകളുണ്ട് ഇതിന്. അതും ദേ 1-2 എണ്ണം ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. അതെല്ലാം പറിച്ചെടുക്കുകയാണ്. അതെ, ബ്ലാക്ക് ബ്യൂട്ടി പറിച്ചെടുക്കുന്ന. കണ്ട, പുറകിൽ നിന്ന് നോക്കിയാൽ വഴുതനങ്ങ പോലെ തോന്നും, പക്ഷേ ഇത് ശരിക്കും ടൊമാറ്റോയാണ്. വെള്ളരിക്ക ഇത് കണ്ട, ഒച്ചിൻ്റെ ട്രെയിലാണ്. ഒച്ച് ഇതിലേ കൂടെ പോയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഒച്ചിൻ്റെ ശല്യമുണ്ട്. വെള്ളരിക്ക അതേ ഇപ്പം പറിച്ച് കഴിക്കാനാണെങ്കിൽ അത് റെഡിയായിട്ട് കിടക്കുക. പക്ഷേ ഞങ്ങളിവിടെ അങ്ങനെ സാലഡായിട്ട് കഴിക്കൽ കുറവായത് കാരണം അതേ കണ്ട, ഞാനത് വലുതാകാൻ നിൽക്കിയിരിക്കുക. കാരണം പച്ചമോറിനകത്ത് ഇടാനോ അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാനോ ഒക്കെ, സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇടാനോ ഒക്കെ നല്ലതാണ്. അത് കാരണം അത് കുറച്ചും കൂടെ മൂക്കാൻ നിർത്തിയിരിക്കുന്നു. ഇത് ഒരെണ്ണം ഏകദേശം മൂത്ത് കിടപ്പുണ്ടായിരുന്നു, അത് ഞാനങ്ങ് പറിച്ചെടുക്കുകയാണ്. റണ്ണർ ബീൻസ് ഈ വാഴയിൽ കയറി നിൽപ്പുണ്ട്. ശരി, പറിക്കാറായോ ഇല്ലെന്ന് നോക്കാം.
റണ്ണർ ബീൻസ് ആയിട്ടില്ല, കണ്ടോ, കുറച്ചും കൂടെ ആകണം. കുറച്ചും കൂടെ 2 ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ പറിക്കാനാവും. അപ്പം ഇത്രയൊക്കെയാണ്. കുറച്ച് ചീര ഉണ്ടായിരുന്നു, അതും പറിച്ചെടുത്ത്. ചെറിയൊരു തോരനുണ്ട്, പരിപ്പോ പയറോ ഇട്ട് തോരൻ വയ്ക്കാം. ഓഗസ്റ്റിലെ അടുത്ത സെക്കൻഡ് ഹാർവെസ്റ്റാണിത്. ഇങ്ങനെ എല്ലാ ആഴ്ചയും കുറച്ച് കിട്ടും, സമ്മർ തീരുന്നവരെ.